നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ നമ്മുടെ യാത്ര പ്രകൃതിയും ആരോഗ്യവും സംസ്കാരവും ഒത്തുചേരുന്ന അതിമനോഹരമായ ഒരിടത്തേക്കാണ്. ആരോഗ്യ നികേതനം. തിരക്ക് പിടിച്ച ഈ ലോകത്ത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമയേകുന്ന കാഴ്ചകളാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. ഏക്കർ കണക്കിന് നമുക്ക് കാണാം ഈ വീഡിയോയിൽ സ്ഥലത്ത് പടർന്നു കിടക്കുന്ന ഈ വിസ്മയ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ SD ചാനലിൽ നമ്മൾക്ക് ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കറിയാം. അത്തരത്തിലൊരു വീഡിയോ ആയിട്ടാണ് ഈ വീഡിയോ നമ്മൾ എടുത്തിരിക്കുന്നത്. മാക്സിമം നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മെ സ്വീകരിക്കുന്നത് കണ്ണിന് കുളിർമയേകുന്ന പച്ചപ്പാണ്. വിവിധ ഇനം ചെടികളും അതുപോലെ തന്നെ പൂക്കളും പ്രകൃതി രമണീയമായ അന്തരീക്ഷം ഏതൊരാളുടെയും മനസ്സ് നിറയ്ക്കും. മരങ്ങളും കാറ്റും പക്ഷികളും അതിൻ്റെ ഓളങ്ങൾ നമ്മളിൽ ഒരു പുതിയ ലോകത്തിലേതുപോലെ തന്നെ തോന്നും. ഇവിടെ പോയിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇവിടെ പോകുക. ഇതെവിടെയാണെന്നും ഇതിൻ്റെ കാര്യങ്ങളും അറിയേണ്ട ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ട് തന്നു കഴിഞ്ഞാൽ അത് എവിടെയാണെന്ന് ഉള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇവിടെ നമ്മെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു കാര്യം മനോഹരമായ പഴയകാല ശില്പങ്ങൾ, അതുപോലെ പഴയകാല ജീവിത രീതിയും അവിടുത്തെ ഓർമ്മിപ്പിക്കുന്ന സംസ്കാരങ്ങളും ഒട്ടനവധി ശില്പങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാണുന്നവരിൽ തീർച്ചയായിട്ടും ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഉണർത്താൻ ഈ കലാരൂപങ്ങൾക്ക് നമ്മുടെ പൈതൃകത്തെ വിളിച്ച് ഓതുന്നതാണ്. ഒപ്പം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായി പല കാര്യങ്ങളും ഇതിനകത്ത് നിലവിലുണ്ട്. ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ കാണാം. കണ്ടില്ലേ, നമ്മുടെ ആ പ്രകൃതിദത്തമായ കാര്യങ്ങളാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളും. അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾ ജങ്ക് ഫുഡ് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ദോഷവശങ്ങളും എല്ലാം വളരെ മനോഹരമായി അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാം. അതുപോലെ തന്നെ പഴയകാല വണ്ടികൾ, അതായത് നമ്മുടെ കയ്യിൽ നിന്നും പോയിരിക്കുന്ന വണ്ടികൾ, അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട്, മറ്റുള്ള കാര്യങ്ങളുടെ എല്ലാം ഒരു മിനിയേച്ചർ അവിടെ ഉണ്ട്. പഴയകാല TV നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോഴത്തെ പോലെ ഷട്ട് ഡൗണും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലാതെ കണ്ടിന്യൂസ് കാണാൻ പറ്റുന്ന TV. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെസ്സ്, അത് കുട്ടികൾക്കും അതുപോലെ വിനോദം ഉണ്ടാക്കുന്ന കാര്യങ്ങളും അവിടെയുണ്ട്. മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ഇവിടെ ഒരു സ്വർഗമുണ്ട്. അവർക്ക് കളിച്ചുല്ലസിക്കാൻ, പ്രത്യേകിച്ച് ഈ അവധിക്കാലത്ത് വൈവിധ്യമാർന്ന ഉപകരണങ്ങൾ അടങ്ങിയ വലിയ പാർക്ക് തന്നെ ഇവിടെയുണ്ട്. മൊബൈൽ ഫോണുകളിൽ മാത്രം അവധിക്ക് ഒതുങ്ങിപ്പോകാതെ ഇന്നത്തെ തലമുറയ്ക്ക് പ്രകൃതിയോടിണങ്ങി ഓടിക്കളിക്കാൻ കിട്ടുന്ന ഈ അവസരം വളരെ വലുതാണ്. നമുക്ക് കാണാം അവിടെ ഒരുപാട് കലാരൂപങ്ങൾ. ഇപ്പോൾ പഴയകാല കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഒരു കൗതുകം തന്നെയാണ്. നമുക്ക് കാണാം ഈ പറഞ്ഞ പല കാര്യങ്ങൾ, കയറ് പിരിക്കുന്നത് യന്ത്രങ്ങൾ, പിന്നെ അതുപോലെ നമ്മുടെ പഴയ ആല, ഈ ലോഹങ്ങളും മറ്റും ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ വിവിധ തരം കാര്യങ്ങൾ നമുക്ക് കാണാം. കലപ്പ, അതുപോലെ തന്നെ ഊഞ്ഞാൽ തുടങ്ങി അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമ്മെ കാത്തിരിക്കുന്നത്. ഒരു ദിവസം നമുക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് അവിടെ കാണാനുള്ള കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 7:30 വരെ ഉള്ളൂ അവിടെ സമയം. അതുപോലെ തന്നെ നമ്മളത് കണ്ടതിന് ശേഷം ഒരു കോഫി ടൈം എന്ന പോലെ നമുക്ക് കാപ്പി കുടിക്കാനുള്ള അവസരങ്ങളും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പണ്ട് കാലത്തെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും പോയ കൈനറ്റിക് ഹോണ്ട ഉൾപ്പെടെയുള്ള
കാര്യങ്ങളും അവിടെ മിനിയേച്ചർ രൂപത്തിൽ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് ആ പ്രകൃതിയോടൊപ്പം തന്നെ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ വളരെ വ്യക്തമായി. ആ പച്ചപ്പിൽ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം 40 ഡിഗ്രിക്കും 35 ഡിഗ്രിക്കും ഇടയ്ക്കൊക്കെയുള്ള ചൂട് സമയത്ത് തീർച്ചയായിട്ടും ഇവിടെ പോയിട്ടില്ലാത്ത ആളുകൾ ഈ വേനലവധിക്ക് അവിടെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു നഷ്ടമാകുകയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ഇതിൻ്റെ പാർക്കിൻ്റെ സൈഡിലാണേലും നദി നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാറ്റും മറ്റു കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് അതിമനോഹരമായ ഒരു പാർക്കും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ ആ പാർക്കിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ കൗതുകമാർന്ന ഒരുപാട് ചെറിയ ചെറിയ ഗെയിമുകൾ, അതുപോലെ തന്നെ കളിക്കുവാൻ ഉള്ള ഉപകരണങ്ങൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോയിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇവിടെ പോവുക. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷനും മറ്റു കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷനിലോ വല്ലതും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഇട്ട് തരുന്നതായിരിക്കും. അതുപോലെ വിവിധ തരം രൂപങ്ങൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ശില്പങ്ങൾ എന്നതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാം. കുട്ടികളുടെ പാർക്കിനോട് ചേർന്ന് തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവരവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ വളരെ കൗതുകമായി തോന്നിയ കാര്യങ്ങളാണ് വിവിധ തരം ബിൽഡിങ്ങുകളുടെ ചിത്രങ്ങൾ വളരെ മനോഹരമായി അവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളും എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് കാണാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുന്ന സ്റ്റേജിൽ അവിടെ വയലിൻ വായിക്കുന്ന ഒരു കുട്ടിയുടെ രംഗമാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമുകൾ വരെയും അവിടെ ചെയ്യുവാൻ സാധിക്കും. അത് നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ അവധിക്കാലത്ത് അവർക്കൊരു പ്രചോദനം കൂടിയായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ ആ ആരോഗ്യ നികേതനത്തിൽ നിന്നും കാണുവാനിടയുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ ഒരു പ്രാവശ്യം നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം നിലനിർത്തുവാനും നല്ല രീതിയിൽ എങ്ങനെ നിലനിർത്താം എന്നുള്ളതും നമുക്ക് അവിടെ വ്യക്തമായിട്ട് നമ്മളത് മൊത്തവും കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുട്ടികളുടെ പാർക്കിൽ നിന്നുമാണ് കൂടുതലും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഏക്കർ കണക്കിന്, ഞാൻ നേരത്തെ പറഞ്ഞു ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന ഒരുപാട് സ്ഥലം അവിടെയുണ്ട്. അപ്പോൾ അതിൽ വിവിധ തരം സ്ഥലത്ത് നിന്ന് നമുക്ക് ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളും എടുക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ചുരുക്കത്തിൽ അറിവും വിനോദവും ഒരുപോലെ ഒത്തുചേരുന്ന ഒരിടമാണ് ആരോഗ്യ നികേതനം. മനസ്സിന് സമാധാനവും ശരീരത്തിന് പുത്തൻ ഉന്മേഷവും നൽകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഇവിടെ സന്ദർശിക്കണം. നമ്മുടെ പൈതൃകവും ആരോഗ്യശീലങ്ങളും മറന്നു പോകുന്ന പുതുതലമുറയ്ക്ക് ഇതൊരു വലിയ പാഠപുസ്തകം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിൽ എത്തിക്കുവാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാം വിവിധ തരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങൾ വരെയാണ്. ഏറുമാടം, വെള്ളച്ചാട്ടം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒന്നിച്ചൊരു കുടക്കീഴിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കതിലെല്ലാം കയറി നമുക്കതിൻ്റെ ഫീലിങ്സ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിലാണ് അവിടെ ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ പോയിട്ടില്ലാത്ത ആളുകൾക്ക്
ഇത് പുതിയൊരു അനുഭവം തന്നെ ആയിരിക്കും എന്നൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ മിറർ ഫിനിഷോടുകൂടി നമുക്ക് ഫോട്ടോ എടുക്കുവാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രകൃതിയിൽ ഇണങ്ങുന്ന രീതിയിൽ തന്നെയാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കതിനുള്ളിലൂടെ നമുക്ക് നടന്ന് നീങ്ങുമ്പോൾ ഇപ്പോഴത്തെ ഈ ചൂടിൻ്റെ കാഠിന്യം പോലും നമ്മൾ മറന്നു പോകും. കാര്യം എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഏക്കർ കണക്കിന് കിടക്കുന്നിടത്തൂടെ നമ്മൾ ഈ പറഞ്ഞ മരങ്ങൾക്കിടയിലും കൂടെ മറ്റേ പച്ചിപ്പിലൂടെയും കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ പോലും നമ്മൾ അറിയുന്നില്ല ആ ക്ഷീണം പോലും. പിന്നെ അതുപോലെ കിളികൾ, ഒരുപാട് തരത്തിലുള്ള കിളികൾ, പല വെറൈറ്റിയിലുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കും. അതുങ്ങളുടെ അടുത്ത് തന്നെ നമുക്ക് സമയം ചിലവഴിക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ, അതിന് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോയിലൂടെ പറയുന്നതിനൊരു പരിമിതിയുണ്ട്. നിങ്ങൾ നേരിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു നഷ്ടമാകുകയില്ല. അവധിക്കാലത്ത് പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ആരോഗ്യ നികേതനം. അതുപോലെ തന്നെ അവിടുത്തെ ഒട്ടുമിക്ക കാഴ്ചകളും നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് SG ചാനലിൽ കാണിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ അവധി വേളയിൽ അതുപോലെ തന്നെ ഈ കുട്ടികൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടി വരുന്നതും ജങ്ക് ഫുഡിൻ്റെ ഉപയോഗങ്ങൾ കൂടി വരുന്നതും അത് കുറയ്ക്കുവാനും അവർക്ക് നല്ലൊരു ക്ലാസ് പോലെ തന്നെ രക്ഷിതാക്കൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ അവിടെ എത്തുന്ന ആളുകൾക്കെല്ലാം ഒരു പുത്തൻ അനുഭവമാണ് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ലഭിക്കുക. കാണാം ഈ പഴയ കാലത്തെ പത്തായപ്പുര പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പഴയ തറവാടിൻ്റെ മിനിയേച്ചർ വരെയും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്കതിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകും. പണ്ട് എങ്ങനെയാണോ ആളുകൾ ജീവിച്ചിരുന്നത് ആ ഒരു പ്രതീതി ഉണർത്തുന്ന രീതിയിലുള്ള പല കാഴ്ചകളും ഞങ്ങൾക്കവിടെ കാണുവാൻ സാധിച്ചു. അതെല്ലാം ഞങ്ങളുടെ പ്രേക്ഷകരിലേക്ക് കുറേശ്ശെയായിട്ട് കാണിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ അതിനുള്ളിൽ തന്നെ കണ്ട 4 കെട്ട് പോലെ ഉള്ള ചെറിയ വീടുകൾ, മരത്തിലും അതുപോലെ തന്നെ ഓടിലും തീർത്തിരിക്കുന്ന അതിൽ ഒരുപാട് വിനോദയാത്രകൾ വരുന്ന ആളുകൾ അതിനുള്ളിൽ പ്രവേശിക്കുകയും അതിനകത്ത് ഫോട്ടോയും മറ്റു കാര്യങ്ങളും എടുത്തുകൊണ്ട് പോകുന്നത് കാഴ്ചകളും ഞങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, ഇത്രയും നല്ല ഒരു അന്തരീക്ഷം നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കാഴ്ചകൾ ഒരുങ്ങുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾ കമൻറ്റ് വരുന്ന മുറയ്ക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വീഡിയോ എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ.